നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പീഡിപ്പിച്ചെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്നുമുള്ള ശബ്ദ സന്ദേശങ്ങൾക്ക് പിന്നാലെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ കോൺഗ്രസിനും യു.ഡി.എഫിനും അപ്രതീക്ഷിത പ്രഹരമായി. ഇടത് സർക്കാരിന്റെ അഴിമതികളും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമാണ് കോൺഗ്രസ് ചർച്ചയാക്കാനിരുന്നത്. ഇതിനിടയിലാണ് രാഹുലിനെതിരെ കേസെത്തിയതും. കുറച്ച് ദിവസങ്ങളായി തന്നെ രാഹുലിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് പുകഞ്ഞാണ് ഒടുവിൽ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയും പ്രചാരണം ചൂടുപിടിക്കുകയും ചെയ്തപ്പോൾ രാഹുൽ വിഷയം പൊട്ടിയിരിക്കുന്നത്. ഇതോടെ ആശ്വാസത്തിലായത് CPM-ഉം പിണറായി സർക്കാരുമാണ്. ജനങ്ങൾക്ക് മുന്നിലെത്തിയ മസാല വിഷയത്തിൽ മറികടക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നേതാക്കളുടെ അറസ്റ്റുണ്ടാക്കിയ പരിക്കിനെ മറികടക്കാൻ രാഹുലിനെതിരായ പരാതി CPM ആയുധമാക്കും. പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. രാഹുലിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിലെ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതോടെ സർക്കാർ അതിവേഗം നിയമ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ. ഇത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. നിയമപ്രകാരം നടപടിയെടുക്കട്ടെ എന്നും പാർട്ടി നേരത്തെ നടപടിയെടുത്തെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിഷയം കത്തിച്ചു നിർത്താനായിരിക്കും CPM-ന്റെയും സർക്കാരിന്റെയും ശ്രമം. പാർട്ടി നടപടിക്ക് വിധേയനായിട്ടും പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചാരണത്തിനിറങ്ങിയത് ചർച്ചയായിരുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായങ്ങളുണ്ടായി. ഇടത് കേന്ദ്രങ്ങളും രാഹുലിന്റെ പ്രചാരണം ചർച്ചയാക്കി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതിയിലെ തുടർ നടപടികൾ നിരീക്ഷിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം കൂടിയാലോചനയിലൂടെ നിലപാട് തീരുമാനിക്കും. അറസ്റ്റ് ഉണ്ടായാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ആവശ്യമുണ്ട്. ഹൈക്കമാൻഡിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമാകും തീരുമാനം. എന്നാൽ സമാന കേസിൽ പ്രതിയായവർ പാർട്ടിയിലുള്ളപ്പോൾ അതിലേക്ക് കടക്കാൻ നേതൃത്വത്തിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. ഇത് സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തി വിവാദം ഉണ്ടാക്കരുതെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വലിയമല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം റൂറൽ SP-ക്കാണ് കേസിന്റെ അന്വേഷണം ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രിയിലാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി അതിജീവിത നേരിട്ടെത്തി പരാതികളും ഡിജിറ്റൽ തെളിവുകളും കൈമാറിയത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിരുന്നു. എന്നാൽ അതിജീവിത നേരിട്ട് ലൈംഗിക പീഡന പരാതി നൽകിയ സാഹചര്യത്തിൽ ഈ കേസ് പ്രത്യേക കേസായി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അറസ്റ്റുണ്ടായാൽ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളടക്കമാണ് രാഹുലിന് മേൽ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം റൂറൽ SP-ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. അതിജീവിതയുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു. അതേസമയം ഇതുവരെ പരാതിയില്ലെന്ന് പ്രതിരോധിച്ചിരുന്ന രാഹുലിന് യുവതിയുടെ പരാതിയും കുരുക്കായി മുറുകുകയാണ്.